എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു. ആർ കെ ബിസ് ലീഗൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അഡ്മിനിസ്ട്രേറ്റീവ് ലോയെ സംബന്ധിച്ചുള്ള എക്സാമിനേഷൻ ഓറിയൻറ്റഡ് സീരീസിൻ്റെ ഭാഗമായി ഇന്ന് സംസാരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ടോർഷ്യസ് കോൺട്രാക്ച്വൽ ലയബിലിറ്റികളെക്കുറിച്ചാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ പ്രവർത്തികൾക്ക് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ടോ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അവരുടെ തെറ്റായ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ടോ? അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായി വ്യക്തികൾക്ക് എഗ്രിമെൻറ്റുകളിൽ, കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാൻ ഉള്ള അവകാശമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ റിക്വയർമെൻറ്റ്സാണ് ഫുൾഫിൽ ചെയ്യപ്പെടേണ്ടത്? ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കുന്നതിന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ പ്രശ്നം ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നെഗ്ലിജൻസ് കൊണ്ടോ അവരുടെ ഭാഗത്തു നിന്നുള്ള ടോർഷ്യസ് ആയിട്ടുള്ള ആക്റ്റുകൾ കൊണ്ടോ ഒരു സാധാരണ വ്യക്തിക്ക് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, സാധാരണ നിലയ്ക്ക് വൈക്കേരിയസ് ലയബിലിറ്റി എന്ന നിലയ്ക്ക് master is liable for the acts of his servant done during the course of employment എന്നുള്ളതാണ് വൈക്കേരിയസ് ലയബിലിറ്റിയെക്കുറിച്ച്, മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പിലുള്ള വൈക്കേരിയസ് ലയബിലിറ്റിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിലായാലും എ പ്രിൻസിപ്പൽ ഈസ് വൈക്കേരിയസ്ലി ലയബിൾ ഫോർ ദ ആക്ട്സ് ഡൺ ബൈ ദ ഏജൻറ്റ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി എന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണ്. ഈ പ്രിൻസിപ്പിൾസ് എത്രത്തോളം ഗവൺമെൻറ്റിന് ബാധകമാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ ഇന്ത്യയിലെ പൊസിഷനിലേക്ക് വരുന്നതിന് മുൻപ് ഇംഗ്ലണ്ടിൽ ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്നത് അബ്സല്യൂട്ട് ക്രൗൺ ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഡോക്ട്രിനാണ്. അതനുസരിച്ച് ദ കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ളതായിരുന്നു പ്രിൻസിപ്പിൾ. രാജാവിന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രാജാവ് ചെയ്യുന്നതെല്ലാം ശരിയാണ്, രാജാവ് ചെയ്യുന്നതാണ് ശരി. അതുകൊണ്ട് തന്നെ രാജാവ് ചെയ്യുന്നതിനെക്കുറിച്ച്, രാജാവിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ച്, രാജാവിന് വേണ്ടി ചെയ്യപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ച് തെറ്റ് എന്ന് പരാതിപ്പെടാനോ രാജാവിനെതിരെ കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലുമോ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് അബ്സല്യൂട്ട് ക്രൗൺ ഇമ്മ്യൂണിറ്റി എന്നത്. ദ കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. എന്നാൽ 1947 അവിടെ പാസ്സാക്കപ്പെട്ട ദ ക്രൗൺ പ്രൊസീഡിങ്സ് ആക്ട് അനുസരിച്ച് മറ്റ് ഇൻഡിവിജ്വലിനെ പോലെ തന്നെ സ്യൂ ചെയ്യാനും സ്യൂ ചെയ്യപ്പെടാനും പറ്റുന്ന ഒരു അതോറിറ്റിയായി ഗവൺമെൻറ് ക്രൗൺ മാറുകയും ഈ നിരക്കുള്ള ഒരു ക്രൗൺ ഇമ്മ്യൂണിറ്റി പ്രിവിലേജ് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു, മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഓർഡിനറി വ്യക്തികൾക്ക്, സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തികളും ഇപ്പോൾ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും മറ്റ് വ്യക്തികൾ ചെയ്യുമ്പോൾ അവർക്ക്, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ലയബിലിറ്റിയും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സാധാരണ വ്യക്തികളെ പോലെ ഗവൺമെൻറ് ചെയ്യുമ്പോഴും ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. എന്നാൽ നമ്മളുടെ ഇന്ത്യയിലെ എന്താണ് ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് എന്നതിനെക്കുറിച്ചുള്ള നിയമപരമായ പൊസിഷൻ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ആർട്ടിക്കിൾ 294 ക്ലോസ് ബി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് പറയുന്നത് all rights, liabilities and obligations of the government of the Dominion of India and of the government of each governors
province, whether arising out of any contract or otherwise. വെദർ എറൈസിങ് ഔട്ട് ഓഫ് എനി കോൺട്രാക്റ്റ് ഓർ അതർവൈസ് എന്ന് പറഞ്ഞതിലൂടെ കോൺട്രാക്ച്വൽ ലയബിലിറ്റി മാത്രമല്ല ടോർഷ്യസ് ലയബിലിറ്റിയും ഗവൺമെൻറ്റിന് ഉണ്ട് എന്ന് ആർട്ടിക്കിൾ 294 ക്ലോസ് ബി വ്യക്തമാക്കുന്നുണ്ട്. ഇനി അത് എത്രയാണ്, വാട്ട് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സച്ച് ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് എന്നതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 300 ആണ്. പക്ഷേ വളരെ വിചിത്രമായ ഒരു രീതിയിലാണ് ആർട്ടിക്കിൾ 300, ആർട്ടിക്കിൾ 300 എക്സ്റ്റെൻറ്റ് ഓഫ് ഗവൺമെൻറ്റൽ ലയബിലിറ്റി ഫോർ ടോർട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ലയബിലിറ്റി എത്രയാണെന്ന് കൃത്യമായി പറയാതെ ആർട്ടിക്കിൾ 300 പറയുന്നത് the government of India may sue or be sued by the name of the Union of India, and the government of a state may sue or be sued by the name of the state, and may, subject to any provisions which may be made by the act of parliament or the legislature of such a state enacted by virtue of powers conferred by this constitution, sue or be sued in relation to their respective affairs. അപ്പോൾ നിലവിൽ യൂണിയൻ പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ നിയമം വഴി മറ്റു വിധത്തിൽ തീരുമാനിക്കാത്തിടത്തോളം യൂണിയൻ്റെയും സ്റ്റേറ്റിൻ്റെയും ലയബിലിറ്റി in the like cases as the Dominion of India and the corresponding provinces or the corresponding Indian states might have sued or been sued in this constitution if this constitution had not been enacted. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പ്രൊവിൻസസും എങ്ങനെയാണോ ലയബിൾ ആവുമായിരുന്നത് അതേപോലെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റും ലയബിൾ ആവുക എന്നാണ് ആർട്ടിക്കിൾ 300 പറയുന്നത്. അപ്പോൾ നേരിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ടോർഷ്യസ് ലയബിലിറ്റി പറയാതെ അത് സ്വാതന്ത്ര്യത്തിന് മുൻപത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുൻപത്തെ ഗവൺമെൻറ് ഡൊമിനിയൻ ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ പ്രൊവിൻസസിനുമുള്ള ലയബിലിറ്റിയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് സെക്ഷൻ 176 ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 176 ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം അന്നത്തെ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടായിരുന്ന അതേ ടോർഷ്യസ് ലയബിലിറ്റിയാണ് ഇപ്പോൾ 1950 ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഉണ്ടാവുക എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ടോർഷ്യസ് ലയബിലിറ്റി എത്രയാണ് എന്ന് കാണണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അനുസരിച്ച് ഗവൺമെൻറ്റിന് എത്ര ടോർഷ്യസ് ലയബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കേണ്ടി വരും. അത് 176 ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉള്ളത്. നമ്മൾ 176 ഓഫ് ദ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പരിശോധിക്കുമ്പോൾ കാണുന്നത് സെക്ഷൻ 32 ഓഫ് ദ 1915 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് എത്ര ലയബിലിറ്റിയാണോ ഉള്ളത് അത്രയും ലയബിലിറ്റിയാണ് ഉണ്ടാവുക എന്നാണ് കാണുക. 1935 ആക്ടിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റി നോക്കുമ്പോൾ അതിൽ പറയുന്നത് 1915 അതേ ലയബിലിറ്റി തന്നെയാണെന്നാണ്. അപ്പോൾ നമ്മൾ 1915 എത്രയാണെന്ന് നോക്കണം. അത് സെക്ഷൻ 32 1915 ആക്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ സെക്ഷൻ 32 1915 ആക്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 1858 ആക്റ്റിൽ എത്രയാണോ ഉള്ളത് അത്രയും തന്നെയാണ് ഉള്ളതെന്നാണ്. അത് സെക്ഷൻ 65 ഓഫ് ദ 1858 അതാണ് ആദ്യത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതിനകത്ത് എത്രയാണോ പറഞ്ഞേക്കുന്നത് അത്രയുമാണ് ലയബിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും 1858 ഗവൺമെൻറ്റൽ ലയബിലിറ്റി എത്രയായിരുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി സെക്ഷൻ 65 ഓഫ് ദാറ്റ് ആക്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഇൻ കൗൺസിൽ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 1858 മുൻപ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്ന ലയബിലിറ്റി തന്നെയാണ് എന്നാണ്. അപ്പോൾ
1858 മുൻപ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ടായിരുന്നോ അത്രയും ലയബിലിറ്റിയാണ് 1858 ആക്ട് പ്രകാരമുള്ളത്. 1858 പ്രകാരമുള്ള അത്രയും ലയബിലിറ്റിയാണ് 1915 ആക്ട് അനുസരിച്ചുള്ളത്. 1915 ആക്ട് അനുസരിച്ചുള്ള എത്ര ലയബിലിറ്റിയാണോ അത്രയാണ് 1935 ആക്ട് അനുസരിച്ചുള്ളത്. 1935 ആക്ട് അനുസരിച്ച് എത്ര ലയബിലിറ്റിയാണോ അത്രയും ലയബിലിറ്റിയാണ് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ളത് എന്ന രൂപത്തിൽ വളരെ പ്രത്യേകതരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ലയബിലിറ്റി ഫിക്സിംഗ് രീതിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെൻറ് ലയബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് 1858 മുൻപ് ഗവൺമെൻറ് ഓഫ് ലയബിലിറ്റി എത്രയാണെന്ന് അറിയാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എത്ര ലയബിലിറ്റി അക്കാലത്തുണ്ടാവുമായിരുന്നോ അത്ര ലയബിലിറ്റി തന്നെയാണ് എന്നതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അക്കാലത്തുണ്ടായിരുന്ന ലയബിലിറ്റി എത്രയാണ് എന്ന് കാണേണ്ടതുണ്ട്. സോ വാട്ട് വാസ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലയബിലിറ്റി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടറുകളിലോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളിലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൃത്യമായ ലയബിലിറ്റി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്കറിയുന്നത് പോലെ തന്നെ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് പ്യുവർലി ഒരു കൊമേഴ്ഷ്യൽ കൺസേൺ, ഒരു ട്രേഡിംഗ് കമ്പനി എന്ന നിലയ്ക്കാണ്. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലയ്ക്കാണ്, അതൊരു ചാർട്ടേഡ് കമ്പനി എന്നുള്ള നിലയ്ക്കാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത്. എന്നാൽ കാലക്രമേണ അത് ഇന്ത്യയിൽ സോവറിൻ പവേഴ്സ് ക്രമാനുഗതമായി ഗ്രാജ്വലായി അക്വയർ ചെയ്യുകയും അതിന് സോവറിൻ പവേഴ്സും കൂടി ഫങ്ഷൻ ചെയ്യേണ്ടി വരികയും ചെയ്തു. അപ്പം അങ്ങനെ ഈ 1858 കാലമായപ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് പെർഫോമിങ് 2 types ഓഫ് ഫങ്ഷൻസ്. അത് നോൺ സോവറിൻ ട്രേഡിംഗ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അത് രൂപീകരിക്കപ്പെട്ടത് തന്നെ. എന്നാൽ പിന്നീട് അക്വയർ ചെയ്ത സോവറിൻ ഫങ്ഷൻസ്, അത് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, രാജ്യഭരണം നടത്തുന്നുണ്ട്, ക്രിമിനൽ ജസ്റ്റിസും സിവിൽ ജസ്റ്റിസും അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സോവറിൻ ഗവൺമെൻറ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്കാലത്ത് ചെയ്തിരുന്നു. അക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലയബിലിറ്റിയുടെ നേച്ചർ അറിയാനും ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും ഫൗണ്ടേഷണലൈസ് ആയിട്ടുള്ള കേസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് പരിശോധിക്കേണ്ടി വരിക P&O, പെനിൻസുലാർ ആൻഡ് ഓറിയൻ്റൽ എന്നാണ്. P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി, P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി വേഴ്സസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ 1861 1861 ഡിസൈഡ് ചെയ്യപ്പെട്ട ഈ കേസാണ് ഫസ്റ്റ് ലീഡിങ് കേസ് ഓൺ ദ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ കേസിലുണ്ടായിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർ ഒരു വലിയ അയൺ റോഡ്സ്, ഒരു റോഡ് മുറിച്ച് കടത്തിക്കൊണ്ട് തോളിൽ വെച്ച് കടത്തിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നെഗ്ലിജൻസ് കൊണ്ട് ഈ അയൺ റോഡുകൾ താഴെ വലിയ ശബ്ദത്തോടെ താഴെ വീഴുകയും അതിലെ പോയ ഒരു കുതിര വണ്ടിയുടെ കുതിരകൾ ഭയന്ന് വിറളി പിടിച്ചോടുകയും അതിലുണ്ടായിരുന്ന യാത്രക്കാരൻ്റെ പരിക്ക് പറ്റുകയും ഗുരുതരമായി പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഇത് പൂർണ്ണമായിട്ടും കമ്പനിയുടെ സെർവൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നെഗ്ലിജൻസ് കൊണ്ടാണ് ഉണ്ടായത്. കമ്പനിക്കെതിരെ പരിക്ക് പറ്റിയ ആൾ കൊടുത്ത കേസാണ് ഈ P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി വേഴ്സസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ കോടതി പറഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലയബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഫങ്ഷൻ എക്സസൈസ്ഡ് ബൈ ദ സെർവൻസ് ഓഫ് ദ കമ്പനി. അത് സോവറിൻ ഫങ്ഷൻ ആണെങ്കിൽ സോവറിൻ ഇമ്മ്യൂണിറ്റി വരും. എന്നാൽ നോൺ സോവറിൻ ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം നെഗ്ലിജൻസ് ഉണ്ടായത് എങ്കിൽ കമ്പനി ലയബിളായിരിക്കും. സോ കമ്പനിയുടെ ലയബിലിറ്റി കമ്പനി ചെയ്യുന്ന പ്രവൃത്തിയുടെ നേച്ചർ അനുസരിച്ചിരിക്കും. കാരണം രണ്ട് തരത്തിലുള്ള പ്രവൃത്തികളും കമ്പനി ചെയ്യുന്നുണ്ട്. കമ്പനി നോൺ സോവറിൻ ഫങ്ഷനും സോവറിൻ ഫങ്ഷനും ചെയ്യുന്നുണ്ട്. നോൺ സോവറിൻ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സാധാരണ വ്യക്തിക്ക് അപകടമുണ്ടായത്, നഷ്ടമുണ്ടായത് എങ്കിൽ അത് കമ്പനി കോമ്പൻസേറ്റ് ചെയ്യണം. എന്നാൽ സോവറിൻ ഫങ്ഷൻസിന് സോവറിൻ ഇമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്, അത് ചെയ്യുമ്പോൾ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫങ്ഷൻസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻറ്റു സോവറിൻ ആൻഡ് നോൺ സോവറിൻ എന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണ് P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി കേസിൽ കോടതി ചെയ്തത്.
ആ പർട്ടിക്കുലർ കേസിൽ ആ സെർവൻസ് ചെയ്തത് അയൺ റോഡുകൾ ക്യാരി ചെയ്യുന്ന കാര്യമായിരുന്നു. അത് ഏത് വ്യക്തിക്കും ചെയ്യാവുന്ന ഒരു നോൺ സോവറിൻ ഫങ്ഷനാണ്. അതിൽ സോവറിൻ ഫങ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ നെഗ്ലിജൻസും അത് നിമിത്തം സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്കുണ്ടായ നഷ്ടവും ആ നഷ്ടം നികത്താനുള്ള ബാധ്യത ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലയബിലിറ്റി ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഫങ്ഷൻ എക്സസൈസ്ഡ് ബൈ ദ കമ്പനി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 1858 മുൻപ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലയബിൾ ആവുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കമ്പനി ചെയ്ത പ്രവൃത്തി നോൺ സോവറിൻ ആണെങ്കിൽ ലയബിൾ ആവും, സോവറിൻ ഫങ്ഷൻ ആണെങ്കിൽ ലയബിൾ ആവില്ല എന്നുള്ളതായിരുന്നു 1858. ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫൗണ്ടേഷനിലായ പ്രധാനപ്പെട്ട ലീഡിംഗ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഈ P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി ആയിരുന്നു. 1950 വരെയുള്ള പീരീഡിൽ ഈ P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി കേസ് ആധികാരികമായി തന്നെ അതോറിറ്റേറ്റീവായി തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. എല്ലാ കേസുകളിലും സോവറിൻ നോൺ സോവറിൻ ക്ലാസിഫിക്കേഷൻ ഫങ്ഷൻസിനെ പരിശോധിച്ചിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലയബിലിറ്റിയുടെ നേച്ചർ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഈ വിഷയത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ലോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി എന്ന് പറയുന്ന കേസാണ്. 1962 1962 ഡിസൈഡ് ചെയ്യപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി. ഈ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതിയിൽ സംഭവിച്ചത് ഒരു കളക്ടറുടെ വാഹനം വർക്ക്ഷോപ്പിൽ നിന്ന് കളക്ടറുടെ റെസിഡൻസിലേക്ക് ഡ്രൈവർ കൊണ്ടുവരുന്ന വഴിക്ക് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായതുകൊണ്ട് അപകടം സംഭവിക്കുകയും അതിൽ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് മരിക്കാനിടയാവുകയും ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ആ മരിച്ചതിൻ്റെ ലീഗൽ കേസ് കൊടുത്തു. ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുത്തപ്പോൾ ചോദ്യം വന്നത് ഗവൺമെൻറ്റിന് ഇതിൽ ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി കേസാണ് നിലനിൽക്കുന്ന കേസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 1935 ആക്ട് അനുസരിച്ചുള്ള ലയബിലിറ്റിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ളതെന്നാണ്. 35 ആക്ട് എടുത്ത് നോക്കുമ്പോൾ 1915 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 15 നോക്കുമ്പോൾ 1858 ലയബിലിറ്റിയാണ്. 1858 ലയബിലിറ്റി നോക്കുമ്പോൾ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലയബിലിറ്റിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലയബിലിറ്റി സോവറിൻ ഫങ്ഷനും നോൺ സോവറിൻ ഫങ്ഷനും തമ്മിലുള്ള ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. എന്നാൽ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതിയിൽ സുപ്രീം കോടതി ഈ ക്ലാസിഫിക്കേഷൻ ഇൻറ്റു സോവറിൻ ആൻഡ് നോൺ സോവറിൻ ഫങ്ഷൻസ് എന്നുള്ളത് ഡിസ്കാർഡ് ചെയ്തു, അത് അവഗണിച്ചു. അതേപോലെ തന്നെ ക്രൗൺ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കിങ് ക്യാൻ ഡു നോ റോങ് എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓൾഡ് ഫ്യൂഡലിസ്റ്റിക് നോഷൻസ് ഓഫ് ജസ്റ്റിസ് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഒരു മോഡേൺ ഡെമോക്രാറ്റിക് ഗവേണൻസിൽ ഒരു മോഡേൺ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് ചേരാത്ത പ്രിൻസിപ്പിൾസാണ് അതൊക്കെ എന്ന് കോടതി കാണുകയും ഗവൺമെൻറ്റിൻ്റെ സർവൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ടോർഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിന് ലയബിലിറ്റി ഉണ്ട് എന്ന് കൃത്യവും ശക്തവുമായി തീരുമാനിക്കുകയുമാണ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി എന്ന 1962 കേസിൽ. അപ്പോൾ P&O സ്റ്റീം നാവിഗേഷൻ ഡിസിഷൻ ഫോളോ ചെയ്തില്ല. അതേപോലെ തന്നെ സോവറിൻ നോൺ സോവറിൻ ക്ലാസിഫിക്കേഷനൊന്നും നോക്കണ്ട, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർവൻസിൻ്റെ ഭാഗത്തുനിന്ന് ടോർട്ട് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നഷ്ടമുണ്ടായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്ന് കൃത്യമായി സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി എന്ന 1962 കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ ദൗർഭാഗ്യവശാൽ 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിൽ സുപ്രീം കോടതി വിദ്യാവതി കേസ് ഫോളോ ചെയ്തില്ല. ആ കേസിൽ കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 1965 ഡിസൈഡ് ചെയ്ത കേസാണ്. ആ കേസിലുണ്ടായ പ്രശ്നം ഒരു മോഷ്ടാവിൽ നിന്ന് പിടിക്കെടുക്കപ്പെട്ട മോഷണം മുതലെന്നുള്ള നിലയ്ക്ക് വന്ന കുറച്ച് സ്വർണവും വെള്ളിയും, അതിൽ വെള്ളി ഒറിജിനൽ ഓണർക്ക് തിരിച്ചു കൊടുത്തു, സ്വർണം അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ കീപ്പ് ചെയ്തു. അത് ഹെഡ് കോൺസ്റ്റബിളാണ് അത് കീപ്പ് ചെയ്തത്.
രാത്രി ലാഹോറിൽ ഉള്ള അടുത്തുള്ള പാകിസ്ഥാനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. 1965 കാലം. അക്കാലത്ത് ഈ രാത്രിയിൽ ഈ ഹെഡ് കോൺസ്റ്റബിൾ ആ സ്വർണവുമായിട്ട് പാകിസ്ഥാനിലേക്ക് കടന്നു കളയുകയും അയാളെ പിന്നീട് ട്രേസ് ചെയ്യാനോ കണ്ടെത്താനോ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ ട്രൂ ഓണർക്ക് സ്വർണത്തിൻ്റെ ഉടമയ്ക്ക് മോഷണം മുതൽ തിരിച്ചു നൽകാൻ വിധി വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് നഷ്ടപ്പെട്ടത് കൊണ്ട് സാധിക്കാതെ വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സ്വർണത്തിൻ്റെ അതിനുള്ള വാല്യൂ, അതിൻ്റെ മൂല്യം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നഷ്ടപരിഹാരമായി ലഭിക്കണം എന്ന നിലയ്ക്കുള്ള കേസാണ് കോടതിയിൽ വന്നത്. 5 ജഡ്ജസ് അടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ആ കേസ് കേട്ടത്. സുപ്രീം കോടതി പറഞ്ഞത് P&O സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ സോവറിൻ നോൺ സോവറിൻ ക്ലാസിഫിക്കേഷൻ പ്രസക്തമാണ്. അതനുസരിച്ച് പോലീസ് ഫങ്ഷൻസ് എക്സൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കാര്യമുണ്ടായത്. അപ്പോൾ ഇവിടെ എക്സൈസ് ചെയ്തത് ഒരു സോവറിൻ ഫങ്ഷനാണ്. അങ്ങനെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വർണം ഹെഡ് കോൺസ്റ്റബിൾ അതുമായി കടന്നു കളഞ്ഞതിന് എന്നുള്ള ആ യഥാർത്ഥത്തിൽ നിയമപരമായി ആ പോലീസ് സ്റ്റേഷനിൽ സ്വർണം സൂക്ഷിച്ചത് തന്നെ തെറ്റായിരുന്നു. അത് ട്രഷറിയിൽ സൂക്ഷിക്കേണ്ടതായിരുന്നു പോലീസ് പ്രൊസീജിയർ അനുസരിച്ച്. അങ്ങനെ പ്രൊസീജിയറൽ വയലേഷൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നടത്തുകയും ഹെഡ് കോൺസ്റ്റബിളിന് അത് സൂക്ഷിക്കാനുള്ള അവസരമുണ്ടാവുകയും അതുമായി കടന്നു കളയാനുള്ള അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. എങ്കിലും കോടതി പറഞ്ഞത് അത് പോലീസ് ഫങ്ഷൻസിൻ്റെ ഭാഗമായതുകൊണ്ട് സോവറിൻ ഫങ്ഷനാണ്. അതുകൊണ്ട് സോവറിൻ ഫങ്ഷൻ ആയതുകൊണ്ട് ഗവൺമെൻറ്റിന് ലയബിലിറ്റി ഇല്ല. അതിൻ്റെ സ്വർണത്തിൻ്റെ വില അതിൻ്റെ ഓണർക്ക്, ട്രൂ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ള നിലയ്ക്ക് വന്നു. നമുക്കിപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ 5 ജഡ്ജസിൻ്റെ ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ഇത് ഡിസൈഡ് ചെയ്തത്. അതിന് മുൻപും പിൻപും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ കേസുകളും 5 ജഡ്ജസിൽ കുറവുള്ള ബെഞ്ചുകളാണ് ഡിസൈഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ടെക്നിക്കലായി ഇപ്പോഴും കസ്തൂരിലാൽ ഈസ് ദ ലോ എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സോവറിൻ നോൺ സോവറിൻ ക്ലാസിഫിക്കേഷൻ റെലവൻ്റ് ആണെന്നും അതനുസരിച്ച് സോവറിൻ ഫങ്ഷൻസ് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് ലയബിലിറ്റി ഇല്ല എന്നുള്ളതും ആണ് പറയുക. എന്താണ് സോവറിൻ ഫങ്ഷൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നിടത്താണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലായ്മ, വ്യക്തതയില്ലായ്മ ആ ജഡ്ജ്മെൻറ്റിലുള്ളത്. സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാപതി എന്നുള്ള കേസിനെ കസ്തൂരിലാലിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് വിദ്യാപതി കേസിൽ കളക്ടറുടെ ജീപ്പ് ഡ്രൈവർ കൊണ്ടുപോകുന്ന പ്രവർത്തിക്കകത്ത് സോവറിൻ ഫങ്ഷനൊന്നുമില്ല, അതൊരു ഡ്രൈവറുടെ ഫങ്ഷൻ മാത്രമാണ്. അതിലുണ്ടായത് നോൺ സോവറിൻ ഫങ്ഷൻ ആയതുകൊണ്ട് ആ ക്ലാസിഫിക്കേഷൻ നിലനിൽക്കുന്നു. അപ്പോഴും നോൺ സോവറിൻ ഫങ്ഷൻ ആയതുകൊണ്ട് ലയബിലിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ പോലീസ് ഫങ്ഷൻ ആയതുകൊണ്ട് ഇല്ല എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ P&O സ്റ്റീം നാവിഗേഷൻ കേസിൽ തന്നെ സോവറിൻ ഫങ്ഷൻ എന്നതുകൊണ്ട് അന്നത്തെ കോടതി ആ വിധിയിൽ ഉദ്ദേശിച്ചത് ആക്ട് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ അഗ്രഷനെ തടയാനുള്ള കാര്യവും ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യവും. അപ്പോൾ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് തടയുന്ന പ്രവർത്തികൾ, എക്സ്റ്റേണൽ അഗ്രഷൻ വാറിനെ പ്രതിരോധിക്കുന്ന പ്രവൃത്തി, ഇത്തരം പ്രവൃത്തികളെ മാത്രമാണ് സോവറിൻ എന്നുള്ള നിലയ്ക്ക് P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി കേസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ച് പോലും കോടതി കണ്ടത്. എന്നാൽ അക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഈ സോവറിൻ നോൺ സോവറിൻ ക്ലാസിഫിക്കേഷൻ നിലനിൽക്കുന്നു എന്ന നിലയ്ക്ക് 1965 കസ്തൂരിലാൽ കേസിലെ വിധി ഇന്നും ഓവർറൂൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ വാട്ട് ഈസ് ദ പോസ്റ്റ് കസ്തൂരിലാൽ സെനാറിയോ? ഈ കസ്തൂരിലാലിന് ശേഷമുള്ള കാര്യങ്ങൾ അത് കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ കസ്തൂരിലാലിനെ കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കാതെ കോടതികൾ എടുത്തു വരുന്ന നിലപാട് എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് സർവൻസ് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഈസ് സോവറിൻ ഓർ നോൺ സോവറിൻ ഫങ്ഷൻ എന്നൊന്നും നോക്കാതെ ഗവൺമെൻറ്റിന് ലയബിലിറ്റി ഉണ്ട് എന്നുള്ള വിധികളാണ് ശേഷമുള്ള ഇതുവരെയൊക്കെ ഉള്ള കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോടതികൾ ഡിസ്ക്രിഷൻ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ വിധികൾ പ്രസ്താവിക്കുന്നതാണ്. ഉദാഹരണത്തിന് BKD പട്ടീൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ എന്ന് പറയുന്ന 1977 65 കസ്തൂരിലാലിന് ശേഷം 77 ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന്
മോഷണം മുതൽ പോലീസുകാരൻ കളവ് ചെയ്തതിനെക്കുറിച്ചുള്ള കേസ്, അത് എക്സാക്ട്ലി സിമിലർ ഫാക്ട്സിൽ തന്നെ വന്നപ്പോൾ കോടതി പറഞ്ഞത് അതിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് പിന്നെ സോവറൻ ഫംഗ്ഷൻ അല്ല, നോൺ സോവറൻ ഒരു നെഗ്ലിജൻസ് ആണ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. റുദൽ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസാണ്. പിന്നെ ബീഹാർ ഗവൺമെൻറ്റിനോട് അന്നത്തെ 30,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഒരു വ്യക്തി, റുദൽ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളൊരു ചെറിയ കുറ്റത്തിന് വേണ്ടി അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് പ്രിസണിൽ കിടക്കുകയായിരുന്നു. അയാളുടെ കേസ് അയാളെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടതിന് ശേഷം, നോക്കണം, ഒരു ചെറിയ കുറ്റത്തിന് ഒരാളെ തടവിലിടുകയും അണ്ടർ ട്രയൽ പ്രിസണർ എന്നുള്ള നിലയ്ക്ക് തടവിലിടുകയും ആ സമയത്ത് അയാളെ ജാമ്യത്തിലെടുക്കാനൊന്നും ആരുമില്ലായിരുന്നു. അയാൾ വളരെ സാധുവായ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അയാൾക്കെതിരെയുള്ള കേസ് കോടതിയിൽ നടന്നു. അയാൾ ആ കേസിൽ നിന്ന് അയാളെ അക്യൂറ്റ് ചെയ്യുകയും ചെയ്തു, അയാളെ വെറുതെ വിടുകയും ചെയ്തു. ഈ വെറുതെ വിട്ട വിവരം ഇയാളെ അറിയിക്കാനും ഇയാളെ ജയിലിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ജയിലധികൃതർ ആ പ്രവൃത്തിയിലുണ്ടായിട്ടുള്ള ഉപേക്ഷ കാരണം, അത് ചെയ്യാൻ വിട്ടുപോയത് കാരണം, അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നത് കാരണം 14 വർഷങ്ങൾ ഈ റുദൽ ഷായ്ക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു. അയാളെ 14 വർഷങ്ങൾക്ക് മുൻപ് കോടതിയിൽ നിന്ന് വെറുതെ വിട്ടതാണ് എന്നത് ഇയാളെ അറിയിക്കാത്തതുകൊണ്ട്, ഇയാളെ ജയിലിൽ നിന്ന് പുറത്ത് വിടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ജയിലധികൃതർ സ്വീകരിക്കാത്തതുകൊണ്ട് 14 വർഷം കൂടി അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായി സുപ്രീം കോടതി കാണുകയും ഗവൺമെൻറ് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സിവിൽ കോടതിയിൽ വന്നിട്ടുള്ള ഒരു ലയബിലിറ്റി കോമ്പൻസേഷൻ കേസായിരുന്നില്ല, റിട്ട് പെറ്റീഷനിലൂടെ വന്നതാണ്. എങ്കിലും കോടതി കണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ, അത് ജയിലാണ്, കൃത്യമായി സോവറൻ ഫങ്ഷൻസിന് അകത്ത് വരുന്ന ഒരു പ്രവർത്തനമാണ്. എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കാണുകയും അതിന് ഗവൺമെൻറ് ലയബിളാണ് എന്ന് കാണുകയും ചെയ്തു. സഹേലി വേഴ്സസ് കമ്മീഷണർ പോലീസ് എന്ന് പറയുന്ന 1990 മറ്റൊരു കേസിൽ സോവറിൻ ഇമ്മ്യൂണിറ്റി, കിങ് ക്യാൻ ഡു നോ റോങ് എന്നൊക്കെ പറയുന്ന ഡോക്ട്രിൻസിന് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട്. എൻ നാഗേന്ദ്ര റാവു ആൻഡ് കമ്പനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന 1994 മറ്റൊരു കേസിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, ഒരു വിജിലൻസ് റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ആപ്ലിക്കൻറ്റിൻ്റെ പ്രിമൈസസ് റെയ്ഡ് ചെയ്യുകയും അവിടുന്ന് വലിയ ഹ്യൂജ് സ്റ്റോക്സ് അവർ സീസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അത് ഡിസ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു, പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ടായിരുന്നു. അത് പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഈ പീരീഡ് കൊണ്ട് അത് മുഴുവൻ നശിച്ചുപോയി. അൾട്ടിമേറ്റ്ലി ഈ ആപ്ലിക്കൻസിനെ ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടപ്പോൾ ഈ സാധനമെല്ലാം നശിച്ചു പോയിരുന്നു. അപ്പോൾ റെയ്ഡിൽ കണ്ടെടുത്ത സാധനം പെരിഷബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ലേലത്തിൽ ഡിസ്പോസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ഇവരെ ഏൽപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി കോടതിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന് നഷ്ടമുണ്ടാക്കിയ കേസായിരുന്നു. അപ്പോൾ അത് വിജിലൻസാണ് ചെയ്തത്. അത് പിന്നെ ഒരു പരിധിവരെ സോവറൻ ഫങ്ഷൻസിൻ്റെ ഭാഗമെന്ന് പറയാൻ പറ്റുന്ന ഫങ്ഷൻസ് ആയിരുന്നു. എന്നിട്ടും കോടതി അതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിനി കൂടുതൽ കേസുകളിലേക്ക് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, കസ്തൂരിലാൽ ഹാസ് നോട്ട് ബീൻ സ്പെസിഫിക്കലി ഓവർറൂൾഡ് ബൈ എ ലാർജർ ബെഞ്ച് എന്നുള്ള പ്രശ്നം ഇതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോടതികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, സ്റ്റേറ്റ് ഈസ് ഇമ്മ്യൂൺ ഫ്രം ലയബിലിറ്റി ഓൺലി ഇൻ കേസസ് ഓഫ് ആക്ട്സ് ഓഫ് സ്റ്റേറ്റ് ലൈക്ക് ഡിഫൻസ് ഓഫ് ദ കൺട്രി, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ എന്നതൊക്കെയാണ്. സോ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, ഡിഫൻസ് ഓഫ് ദ കൺട്രി തുടങ്ങിയിട്ടുള്ള ആക്ട് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് സോവറിൻ ഫങ്ഷൻസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വേണമെങ്കിൽ കരുതാൻ പറ്റും. അതിനൊക്കെ മാത്രമാണ് സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ലാത്തത്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവരുടെ എംപ്ലോയീസ് വഴി ഉണ്ടായിട്ടുള്ള, സർവൻസ് വഴി ഉണ്ടായിട്ടുള്ള ടോർട്ടുകൾക്ക് ഗവൺമെൻറ് ലയബിളാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് എന്നതിനെക്കുറിച്ച് നിലവിലുള്ള ഇന്ത്യയിലെ ലീഗൽ പൊസിഷൻ എന്ന് മാത്രമാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി കോൺട്രാക്ച്വൽ ലയബിലിറ്റി. ഗവൺമെൻറ്റിന് എത്രമാത്രം കോൺട്രാക്ട്, ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എല്ലാ മേഖലയിലും ഒരു സ്വകാര്യ വ്യക്തിക്ക് എന്തൊക്കെ സാധ്യമാവുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ മോഡേൺ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കോൺടെക്സ്റ്റിൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ഞാൻ മുൻപ് വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ഹോസ്പിറ്റൽ നടത്തുന്നു, സ്കൂൾ നടത്തുന്നു, മാർക്കറ്റ് നടത്തുന്നു, കെട്ടിടം പണിയുന്നു, റെയിൽവേ നടത്തുന്നു, ബസ് നടത്തുന്നു, ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെൻറ് മറ്റ് സ്വകാര്യ വ്യക്തികളെയും കമ്പനികളെയും പോലെ തന്നെ ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനികളോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് ഇപ്പോൾ KSRTC ബസ് ഓടുമ്പോൾ അവിടെ പ്രൈവറ്റ് ബസ്സുകാരനാണ് മത്സരം. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റും പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്നുള്ള നിലയ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പ്രൈവറ്റ് വ്യക്തികൾക്കും കമ്പനികൾക്കുമുള്ള ലയബിലിറ്റി തന്നെ തുല്യമായി വരുന്ന ഗവൺമെൻറ്റിനും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കോൺട്രാക്ച്വൽ ഇവർ തമ്മിലുള്ള ഗവൺമെൻറ്റുമായി നമുക്ക് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പാലം പണിയുന്നു, ടെൻഡർ വിളിക്കുന്നു, നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു. ഗവൺമെൻറ് കെട്ടിടം പണിയുന്നു, ടെൻഡർ വിളിക്കുന്നു, നമ്മൾ കോൺട്രാക്ടർ ഉണ്ടാക്കുന്നു. വ്യത്യസ്ത തരത്തിൽ ഗവൺമെൻറ്റിന് ഓഫീസ് നടത്താൻ വേണ്ടി നമ്മളുടെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു. ഗവൺമെൻറ് നമുക്ക് വാടക തരേണ്ടതാണ്, അതിന് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ ഗവൺമെൻറ്റുമായി നമുക്ക് പല തരത്തിലുണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ എന്താണ് വഴി? ഗവൺമെൻറ് അതിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടത്തിയാൽ കൃത്യമായി ഗവൺമെൻറ് കോൺട്രാക്റ്റ് അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള റെമഡിയാണ് അവൈലബിൾ ആവുന്നത്? അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് നമുക്കെതിരെ സൂചി ചെയ്യാൻ. അപ്പോൾ ഗവൺമെൻറ്റിന് കോൺട്രാക്ച്വൽ ലയബിലിറ്റിയുടെ നേച്ചർ എന്താണ്? ഇതിനെ സംബന്ധിച്ചും ആദ്യമായിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് പൊസിഷൻ ഇതേപോലെ തന്നെ കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ടോർഷ്യസ് ലയബിലിറ്റിയോ കോൺട്രാക്ച്വൽ ലയബിലിറ്റിയോ ഗവൺമെൻറ്റിന് ഉണ്ടാവാൻ സാധ്യമല്ല എന്നുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ആർട്ടിക്കിൾസ് 294, 298, 299, 300 ഇത്രയും ആർട്ടിക്കിൾസാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം റെലവൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. അതിൽ ആർട്ടിക്കിൾ 294 പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആർട്ടിക്കിൾ 294 അതനുസരിച്ച് 1950 ശേഷമുള്ള ഇന്ത്യ ഗവൺമെൻറ്റിന് അതിന് മുൻപുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൈറ്റ്സും ലയബിലിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ തന്നെ പുതിയ ഗവൺമെൻറ്റിലേക്ക് വരും. റൈറ്റുകളും വരും, അതേപോലെ തന്നെ തുല്യമായ ലയബിലിറ്റികളും വരും. അപ്പോൾ അതിനു മുമ്പ് കോൺട്രാക്ച്വലായി മുൻ ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും, എല്ലാ റെസ്പോൺസിബിലിറ്റികളും, ലയബിലിറ്റികളും, കോൺട്രാക്ച്വൽ ലയബിലിറ്റിയും ഗവൺമെൻറ്റിന് 1950 ശേഷവും ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 298 അനുസരിച്ച് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റുകൾക്കുണ്ട്. ആർട്ടിക്കിൾ 299 അനുസരിച്ച് അതിനുള്ള പ്രൊസീജറൽ ഫോർമാലിറ്റീസ് ഈ ഗവൺമെൻറ്റുമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 299 പറയുന്ന പ്രൊസീജറൽ ഫോർമാലിറ്റീസ് സ്ട്രിക്റ്റായി കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡോ എൻഫോഴ്സിബിളോ അല്ല. ആർട്ടിക്കിൾ 300 പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ നേരത്തെ കണ്ടു. കോൺട്രാക്ച്വൽ ആയാലും ടോർഷ്യസ് ആയാലും ലയബിലിറ്റി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1858 മുൻപുണ്ടായിരുന്ന അതേ ലയബിലിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത് ആർട്ടിക്കിൾ 299 പറഞ്ഞിട്ടുള്ള പ്രകാരം ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ്റുമായി കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് നമുക്കെതിരെയും നമുക്ക് ഗവൺമെൻറ്റിനെതിരെയും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായാൽ സ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണമെങ്കിൽ ആർട്ടിക്കിൾ 299 പ്രകാരമുള്ള ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റ് രൂപപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ അതെന്തൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 299 പറയുന്ന കണ്ടീഷൻസ് എന്നുള്ളതാണ് പരിശോധിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, ദ കോൺട്രാക്റ്റ് മസ്റ്റ് ബി എക്സ്പ്രസ് ടു ബി മെയ്ഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ ദ ഗവർണർ ആസ് ദ കേസ് മേ ബി. യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടാണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെയും അതേപോലെ തന്നെ സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണറുടെയും ഗവർണറുടെ പേരിലാണ് ആ കോൺട്രാക്റ്റ് ഉണ്ടാവേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി എ റിട്ടൺ കോൺട്രാക്റ്റ്. ആൻ ഓറൽ എഗ്രിമെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ് ഈസ് നോട്ട് വാലിഡ്. ഓറൽ എഗ്രിമെൻറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ആയോ മിനിസ്റ്ററോ ആയോ ചീഫ് മിനിസ്റ്ററോ ആയോ പ്രൈം മിനിസ്റ്ററോ ആയോ ഉണ്ടാക്കിയ ഒരു ഓറൽ എഗ്രിമെൻറ്റും കോടതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. കോടതിയിൽ എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ അത് റിട്ടൺ ആയിരിക്കണം. എന്നാൽ റിട്ടൺ ആയിരിക്കുമ്പോൾ സ്റ്റാമ്പ് പേപ്പറൊക്കെ മേടിച്ച് എഴുതിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തോ ഇമെയിലോ ഒക്കെ വഴി ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ
ഇൻ റൈറ്റിംഗ് റിട്ടൺ ഫോമിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കോൺട്രാക്റ്റായി കാണുന്നതാണ് കോടതികൾ എടുക്കുന്ന നിലപാട്. അതൊരു ഫോർമൽ ഡോക്യുമെൻ്റായി എഴുതിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല, പക്ഷേ അങ്ങനെ എഴുതണം, മിക്കവാറും അങ്ങനെ എഴുതും. ഇനി ഇല്ലെങ്കിൽ പോലും ചില കേസുകളിൽ ഒരു കോൺട്രാക്റ്റ് റിട്ടൺ ഫോമിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ്. എന്തായാലും ഒരു ഓറലായി മാത്രം നിലനിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ് ഗവൺമെൻറ്റിനെതിരെ എടുക്കാനോ ഗവൺമെൻറ്റിന് അത്തരത്തിലൊരു കോൺട്രാക്റ്റ് തിരിച്ച് വ്യക്തികൾക്കെതിരെ ഉപയോഗിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് കരംഷി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ 1964 ഒരു കേസുണ്ട്. ആ കേസിലേക്ക് കാര്യങ്ങൾ കോടതി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ദ കോൺട്രാക്റ്റ് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓർ ദ ഗവർണർ ആസ് ദ കേസ് മേ ബി. അപ്പോൾ മോളിൽ ബോഡിയിൽ ഇത് പ്രസിഡൻ്റ് അല്ലെ ഗവർണറാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അടിയിൽ ഒപ്പിട്ടിട്ടുള്ളത് ആരാണ്? ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. പ്രസിഡന്റ് ഗവർണർ നേരിട്ട് വന്നിട്ട് ഒപ്പിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. ആ ഉദ്യോഗസ്ഥൻ എഴുതേണ്ടത് ഓൺ ബിഹാഫ് ഓഫ്, സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡൻറ്റ്, സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ എന്ന് എഴുതിക്കൊണ്ട് വേണം അടിയിൽ ഒപ്പിടാൻ. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ കോൺട്രാക്റ്റിൻ്റെ ബോഡിയിൽ പറയണം ദിസ് കോൺട്രാക്റ്റ് ഇസ് എൻറ്റേർഡ് ഇൻ ടു ഓൺ ബിഹാഫ് ഓഫ് അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓർ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ദ കേസ് മേ ബി. എന്നിട്ട് അടിയിൽ ഒപ്പിടുന്നത് ആ ഉദ്യോഗസ്ഥനായിരിക്കണം. ആ ഉദ്യോഗസ്ഥന് ഒപ്പിടുമ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓർ ഗവർണർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഒപ്പിടുന്ന ഉദ്യോഗസ്ഥൻ ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിരിക്കണം. അങ്ങനെ ഒപ്പിടാൻ വേണ്ടി ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള കൃത്യമായ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനോടാണ് വരേണ്ടത്. അങ്ങനെ ഓതറൈസേഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കയറി ഒപ്പിട്ട ഒരു കോൺട്രാക്റ്റ് ഗവൺമെൻറ്റിനെതിരെ വാലിഡ് അല്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഓതറൈസ് ചെയ്യപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആരാണ് എന്നുള്ളത് അതാത് നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ നിയമങ്ങളനുസരിച്ച് ഓതറൈസ് ചെയ്ത ആൾക്കാർ തന്നെയാണ് അതിൽ ഒപ്പിടേണ്ടത്. അല്ലെങ്കിൽ പിന്നെ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് എക്സ്പ്രസ്ഡ് ടു ബി മെയ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് signed on behalf of the president and signed by authorized authority, authorized employee of the government. ഈ 3 കാര്യങ്ങളും വന്നാലാണ് ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റ് ഗവൺമെൻറ്റിനെതിരെയും ഗവൺമെൻറ്റിന് അനുകൂലമായും എൻഫോഴ്സ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 399 പറയുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു ചോദ്യം വരാവുന്നത്, സപ്പോസ് ഇതിലെന്തെങ്കിലും തകരാറ് പറ്റുന്നു എന്നുള്ളത്. മിക്കവാറും സംഭവിക്കുന്ന തകരാറെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ഓഫീസർ അല്ല ഒപ്പിട്ടെന്നുള്ളതാണ്. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം ഓതറൈസ്ഡ് ഓഫീസർ അല്ല, മറ്റൊരാളാണ് ഒപ്പിട്ടത്. ഇപ്പോൾ മന്ത്രിയായിട്ട് നേരിട്ട് കയറിയിട്ട് കരാർ ഒപ്പിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മന്ത്രി അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാവണമെന്നില്ല, അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരാളുണ്ടാവും. അപ്പോൾ ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രിയായിട്ട് വ്യക്തിപരമായി കരാർ ഉണ്ടാക്കിയാൽ ഗവൺമെൻറ് ബൈൻഡിങ് ആവില്ല. ഗവൺമെൻറ്റിന് ബൈൻഡിങ് ആവണമെങ്കിൽ പ്രസിഡൻറ്റിൻ്റെയോ ഗവർണറുടെയോ പേരിലുണ്ടാക്കിയ കോൺട്രാക്റ്റ് ആയിരിക്കണം. ഓൺ ബിഹാഫ് ഓഫ് ഗവർണറിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടുണ്ടാവണം. അങ്ങനെ ഒപ്പിട്ട ആൾ ഓതറൈസ്ഡ് ഓഫീസർ ആയിരിക്കണം. ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും പാലിക്കാതെ വന്നാൽ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല, അത് എൻഫോഴ്സിബിൾ അല്ല എന്നുള്ളതാണ് കാര്യം. ഈ ഇത്തരം ഒരു കോൺട്രാക്റ്റ് റാറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, ഗവൺമെൻറ്റിന് സബ്സിക്വൻ്റ് ആയിട്ട് ഈ ഡിഫക്റ്റ് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് പാർട്ടികൾക്ക് വിരോധമില്ലെങ്കിൽ അത് റാറ്റിഫൈ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ പാർട്ടി ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റാറ്റിഫൈ ചെയ്യാൻ പോസിബിൾ അല്ലാത്ത സാഹചര്യം വരും. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വളരെയധികം മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻസാണ്. ഇതിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ വരില്ല. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഉണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാം. സാധാരണ നിലയ്ക്ക് ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു കെട്ടിടം അല്ലെങ്കിൽ വീടൊക്കെ ഗവൺമെൻറ്റിന് ഓഫീസ് നടത്താനോ റെസിഡൻസ് പർപ്പസസിനോ ഗവൺമെൻറ്റിന് വാടകയ്ക്ക് കൊടുക്കുന്നു. ഗവൺമെൻറ്റുമായിട്ടൊരു വാടക ചീട്ട് നമ്മൾ എഴുതുന്നു. ദൗർഭാഗ്യവശാൽ അതിൽ ഒപ്പിട്ടത് കൃത്യമായി ഓതറൈസ് ചെയ്ത ഉദ്യോഗസ്ഥനല്ല എന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഗവൺമെൻറ് അതിന് ശേഷം വാടക തരുന്നില്ല. നമ്മൾ വാടകയ്ക്ക് കേസ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന സ്റ്റാൻഡ് ദിസ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് വാലിഡ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല, അതുകൊണ്ട് ഗവൺമെൻറ് ഈസ് നോട്ട് ലയബിൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ എന്തായാലും കഴിയില്ല. ആർട്ടിക്കിൾ 299 പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ വഴി? നമുക്ക് രക്ഷക്കെത്തുന്ന ഒരു പ്രൊവിഷൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തന്നെയുണ്ട്. അത് ക്വാസി കോൺട്രാക്ച്വൽ ലയബിലിറ്റിയാണ്. ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് അനുസരിച്ച് സെക്ഷൻ 70 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് നിങ്ങൾ അനുഭവിച്ച ബെനഫിറ്റിന്
ഉള്ള കോമ്പൻസേഷൻ അത് കൊടുക്കാനുള്ള ബാധ്യത ആ ബെനഫിറ്റ് അനുഭവിച്ചവർക്കുണ്ട്. ഇതാണ് ക്വാസി കോൺട്രാക്ച്വൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്റ്റായി കോൺട്രാക്റ്റ് വാലിഡ് അല്ലെങ്കിൽ പോലും, കോൺട്രാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫലത്തിനുള്ള വാല്യൂ നിങ്ങൾ കോമ്പൻസേഷനായി മറ്റേ ആൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അത്തരത്തിലുള്ള ബെനിഫിറ്റ്, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഓഫീസിനകത്ത് നടത്തി അല്ലെങ്കിൽ ഇത്രയും കാലം റെസിഡൻഷ്യൽ പർപ്പസിനോ മറ്റാവശ്യത്തിനോ ഈ കെട്ടിടം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാടക കൊടുക്കണം എന്ന് സെക്ഷൻ 70 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് പറയുന്ന ഒരു സാഹചര്യം വരും. അത് കോൺട്രാക്ച്വൽ ലയബിലിറ്റി എൻഫോഴ്സിബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള, മറിച്ച് ക്വാസി കോൺട്രാക്ച്വൽ ലയബിലിറ്റി എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾ കോൺട്രാക്റ്റ് ആക്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ടോർഷ്യസ് ലയബിലിറ്റിയും കോൺട്രാക്റ്റ് ലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ലീഗൽ പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ സീരീസിലെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.